ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റോസ് കെയർ ടിപ്പായിട്ടാണ്. ഇതിപ്പോൾ മഴക്കാലമല്ലേ വരുന്നത്, അപ്പോൾ നമ്മൾ റോസൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് എൻ്റെ വീട്ടിലിരിക്കുന്ന റോസ് ചെടിയാണ്. ഇത് തളിരിലകളിൽ വരെ ഫംഗസുകൾ കയറി പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ തന്നെ പരിപാലിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗസിനെ എങ്ങനെ നമുക്ക് തടയാമെന്ന് നോക്കാം. ഇത് ഭയങ്കര യൂസ്ഫുള്ളായ വീഡിയോ ആണ്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനകത്ത് ഫംഗസ് ബാധിച്ചിരിക്കുന്നതും അല്ലാത്തതുമായ ഇലകളെല്ലാം നമ്മൾ പറിച്ചു മാറ്റുക. ഒരിലകൾ പോലും പാടില്ല. കാരണം നമുക്ക് വിഷമമൊക്കെ തോന്നും. ഇലകളൊക്കെ പറിക്കുമ്പോൾ ചെടി ഒരു മെനയില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ വിഷമം തോന്നും. പക്ഷെ അത് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളത് പറിച്ചു മാറ്റണം. കാരണം ഇലകളിലൊക്കെ ഉണ്ടാകും, ചെറിയ രീതിയിലാണെങ്കിലും ഉണ്ടാവും. അത് പിന്നീട് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറിച്ചു കളയുന്നത്. നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്ന ഇലകൾ നമ്മൾ ചെടിച്ചട്ടിൽ തന്നെ ഇട്ട് വെക്കുന്നത് ഒരു പതിവായ കാര്യമാണ്. എല്ലാവരും പൊതുവെ ചെയ്തു വരുന്ന കാര്യമാണ്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യരുത്. കാരണം ഇലകളിലുള്ള ഫംഗസുകൾ വീണ്ടും തിരിച്ച് ആ ചെടികളിൽ തന്നെ കയറാൻ സാധ്യതയുണ്ട്. ഇലകളൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് റോസ് ചെടിയുടെ ശിഖരങ്ങൾ നല്ല രീതിക്കൊന്ന് കട്ട് ചെയ്ത് നിർത്തണം. അതിനായി കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും കട്ട് ചെയ്ത് എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് നിർത്തുക. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഫംഗസ്, ബാക്ടീരിയ എന്നിവയൊക്കെ ചെടിക്കുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം മഞ്ഞൾപ്പൊടി ഫംഗസിന് പോലുള്ള കീടനാശിനികളെയൊക്കെ ചേർത്ത് നിർത്തുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ശിഖരങ്ങളിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഈ ചെടികളൊക്കെ പരിപാലിക്കുന്നതിൽ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു വസ്തു തന്നെയാണ് ഈ മഞ്ഞൾപ്പൊടി. അത് നമുക്കൊന്ന് മണ്ണിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് നല്ല രീതിക്കൊന്ന് കിളച്ചെടുക്കണം. അതായത് മണ്ണ് ഇപ്പം അനങ്ങാണ്ടിരിക്കുന്നതല്ലേ മഴയൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ അതൊന്നിങ്ങനെ ഇതുപോലെ കത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കുത്തി ഇളക്കി കൊടുക്കുക. എൻ്റെ ചെടിച്ചട്ടിയിൽ മണ്ണ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മണ്ണിലിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉറുമ്പുകൾ കയറി ചെടി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിൽ മഞ്ഞൾപ്പൊടി തൂക്കി കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കൊമ്പിലൊന്നും ഈ വെള്ളം തട്ടാതെ വേണം ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള ടിപ്സ് വീഡിയോസ് ഇനി നിങ്ങൾക്ക് കിട്ടുവാനായി എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.